തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലാണ് തടയണ നിർമ്മിക്കുന്നത്. പ്രളയകാലത്ത് പദ്ധതി പ്രദേശത്തെ കൂപ്പുകൾ ഭാഗികമായി പൊളിച്ചതുമൂലം പുഴയിലെ വെള്ളം ഗതിമാറിയൊഴുകി വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണമായി എന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. 5 വർഷം മുമ്പ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കൂട്ടക്കടവ് തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തിടെയാണ് ആരംഭിച്ചത്. പദ്ധതി പ്രവൃത്തികളുടെ ഭാഗമായി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. നിലവിൽ പദ്ധതി പ്രദേശത്തു നിന്നും 60 മീറ്റർ ദൂരം മാത്രമാണ് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. സംരക്ഷണ ഭിത്തിയുടെ നീളം കൂട്ടി കൂപ്പുകൾ പൊളിച്ചു നീക്കിയ ഭാഗത്തേക്കും വ്യാപിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. അതിനാൽ പദ്ധതിയിൽ ടെൻഡർ കഴിഞ്ഞതിൽ എക്സസായി കിടക്കുന്ന തുക കൊണ്ട് പുഴയുടെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം. ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ തടയണയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിൽ ബാക്കി വരുന്ന എക്സസ് സംഖ്യ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടി പ്രളയകാലത്ത് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഭാരതപ്പുഴ സൈഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തി നൽകണമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവരോടും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നവരോടും ചീഫ് എഞ്ചിനീയറോടും അഭ്യർത്ഥിക്കുന്നതിന് ബോർഡ് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിയ രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികളോടെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ്, പടിഞ്ഞാറങ്ങാടി.